ഹലോ ഗൈസ്, പുതിയൊരിടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റ്സ് ടൈം ആയേഗ. യൂറോപ്പിന്റെ രാജാക്കന്മാർ ആരെന്ന് തീരുമാനിക്കുന്ന ആ രാത്രിക്ക് വേണ്ടി ഇനി 22 ദിനരാത്രങ്ങൾ മാത്രം. ഇനി ഫുട്ബോൾ ലോകത്തിന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ആര് വീഴും ആര് വാഴും? നേർക്ക് നേരെ വരുന്നത് മറ്റാരുമല്ല, ചരിത്രങ്ങളേറെ പറയാനുള്ള, ലോകം കീഴടക്കി ഏറെ 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 ചരിത്രം പറയാനുള്ള ഫ്രഞ്ച് ശക്തികളും ഇംഗ്ലീഷ് ശക്തികളുമാണ്. അവരുടെ ഫുട്ബോൾ പ്രതീക്ഷകളെ ഏറ്റിക്കൊണ്ടാണ് അവർ ഇത്തവണ അംഗത്തിനെത്തുന്നത്. 2025-26 യൂറോപ്പിന്റെ അധികാരം ആർക്ക് വേണ്ടി? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അത് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. കഷ്ടമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. പാരീസിൽ വെച്ച് 4-5 ത്രില്ലർ നൈറ്റ് ആണ് ഫുട്ബോൾ ലോകത്തിന് അവർ സമ്മാനിച്ചത്. യെസ്, PSG വേഴ്സസ് ബയൺ മ്യൂണിക്. ജർമ്മൻ വമ്പന്മാരും ഫ്രഞ്ച് വമ്പന്മാരും നേർക്ക് നേരെ ഏറ്റുമുട്ടി ത്രില്ലർ രാത്രി സമ്മാനിച്ച അതേ പാരീസ്. ആ പാരീസിൽ നിന്ന് മടങ്ങുമ്പോൾ വിൻസെന്റ് കോമ്പനി ഇങ്ങനെ പറഞ്ഞു കാണും: ലൂയിസ് എൻറിക്കെ അങ്ങോട്ട് വരൂ, അലിയൻസ് അറീനയിലേക്ക് വരൂ, അവിടെ വെച്ച് അങ്ങ് കാണിച്ചു തരാം, അവിടെ വെച്ച് ഞങ്ങൾ ആരെന്ന് കാണിച്ചു തരാം എന്ന് വിൻസെന്റ് കോമ്പനി ലൂയിസ് എൻറിക്കയുടെ മുന്നിൽ പറഞ്ഞു കാണണം. എന്നാൽ അങ്ങനെ അങ്ങ് പോയാലോ വിൻസെന്റ് എന്ന് ചോദിച്ചുകൊണ്ട് ലൂയിസ് എൻറിക്കയുടെ സംഘം ഈ നിസാരമായിട്ട് ബുഡാപെസ്റ്റിലേക്ക് കടന്നു പോയിരിക്കുന്നു. യെസ്, വിൻസെന്റ് കോമ്പനിക്കും സംഘത്തിനും മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വരുന്നു ലൂയിസ് എൻറിക്കയുടെ മുന്നിൽ. ആദ്യം മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ ഒസ്മൻ ഡംബലയിലൂടെ PSG ലീഡ് എടുക്കുന്നു. തുടർന്ന് മത്സരം അവസാനിക്കാൻ നിൽക്കുക, അതായത് വളരെ പാടുപെടുകയായിരുന്നു ബയൺ മ്യൂണിക്ക്, വിയർക്കുകയായിരുന്നു ബയൺ മ്യൂണിക്ക് എന്നതിൽ സംശയം ഒട്ടുമില്ലല്ലോ. ബയൺ മ്യൂണിക്ക് അങ്ങനെ എങ്ങനെയൊക്കെയോ ഹാരി കെയിനിലൂടെ മത്സരം സമനിലയാക്കുന്നു. എന്നാൽ 6-5 അഗ്രിഗേറ്റിൽ PSG ഫൈനലിലേക്ക് കടന്നു പോകുന്നു. എന്തായിരിക്കും ഇനി കാത്തിരിക്കുന്നത്? തുടർച്ചയായ 2-ാം വർഷവും ആ ഒരു കിരീടം, യൂറോപ്പിന്റെ രാജാക്കന്മാരാവാനായിരിക്കും അവരുടെ പോക്ക്? അല്ലെങ്കിൽ യൂറോപ്പിന്റെ രാജാക്കന്മാരാവാനായിരിക്കും അവരുടെ പോക്ക്? അല്ലെങ്കിൽ എന്താ പറയുക, ആർസനൽ 2-ാം സ്ഥാനത്ത് മാത്രം ഫിനിഷ് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവർ ആർസനൽ, അവർ തിരികെ കയറി വരുമോ? വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നതിനെ